ഷോൾഡറിൻ്റെ വർക്കൗട്ടൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോൾ ജസ്റ്റ് പമ്പ് ചെക്ക് ചെയ്യാൻ നോക്കി എങ്ങനെയുണ്ട് അപ്പോൾ കുപ്പായം കഴിച്ചാൽ ചെക്ക് ചെയ്യേണ്ടി വരും. അപ്പോൾ തന്നെ നമുക്ക് നമ്മളെ പമ്പ് എന്താണെന്നുള്ളത് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഷോൾഡറിന് കളിക്കണമെന്ന് വെച്ചെങ്കിൽ, ഫസ്റ്റ് ഇതുപോലത്തെ മെഷീനിലൊരു പ്രസ്സാണ്. നമ്മളെ ഫ്രണ്ട് ചെയ്യുന്ന പോലെ തന്നെ ബാറിൽ ചെയ്യുന്ന അതേപോലെ തന്നെ മെഷീനിലാണ് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ നമ്പേഴ്സ് ഞാൻ എല്ലാ വർക്കൗട്ടിലും പറഞ്ഞ പോലെ തന്നെയാണ് 2, 15, 2, 12. അത് കഴിഞ്ഞ ഉടൻ തന്നെ വന്നിട്ട് നേരെ നമ്മൾ ചെയ്യുന്ന ഒരു ഡംബിൾ അർണോൾഡ് പ്രസ്സാണ്. അത് സൂപ്പർ സെറ്റായിട്ട് തന്നെയാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ മെഷീനിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ വരിക, ഇതിലോട്ട് വന്നിട്ട് 15 നമ്പർ അടിക്കുക, എന്നിട്ട് നമ്മൾ 30 സെക്കൻഡ് റെസ്റ്റ് എടുക്കുക. അപ്പോൾ നല്ല പെട്ടെന്ന് ആ ഒരു വർക്കൗട്ട് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഷോൾഡറിന് നല്ല ചേഞ്ച് കാണാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്നു. ഒരു 2, 15, 2, 12. അത് കഴിഞ്ഞതിനുടൻ തന്നെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, അടുത്ത വർക്കൗട്ട് ചെയ്യേണ്ടി വരും. കാരണം ഇത് കംപ്ലീറ്റ് ആയതിനു ശേഷം, അത് 4 സെറ്റ് കഴിഞ്ഞതിന് ശേഷം പിന്നെ നേരെ നമ്മൾ ചെയ്യണത് ഫ്രണ്ട് ലാറ്റർ റൈസ് ആണ്. അത് ഇപ്രാവശ്യം ഞാൻ ചെയ്തിട്ടുള്ളത് ഡിസ്ക് വെച്ചിട്ടാണ്. ചിലപ്പോൾ ഡംബിൾ വെച്ചിട്ട്, കേബിളിൽ റോപ്പ് വെച്ചിട്ട് പല ടൈപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം ചെയ്തിരിക്കുന്നത് ഡിസ്ക് വെച്ചിട്ടാണ് ഫ്രണ്ട് ലാറ്റർ റൈസ് ചെയ്യണത്. അതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ ഫീൽ ചെയ്ത് കളിക്കണം. എങ്ങനെയാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യണത്, നമുക്ക് എഫക്റ്റ് കിട്ടുന്നത് നമ്മൾ തിരഞ്ഞെടുക്കണം. വെറുതെ കുറേ ആട്ടിയിട്ട് കാര്യമില്ല. നല്ല രീതിയിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് നമുക്ക് എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ വർക്കൗട്ട് ചെയ്യാം. പിന്നെ അതേപോലെ വരുന്നത് സൈഡ് ലാറ്റർ റൈസ് ആണ്. സൈഡ് ലാറ്റർ റൈസുകൾ നമ്മുടെ ഡെൽറ്റോയിഡിന് പറ്റിയ നല്ല ബെസ്റ്റ് വർക്കൗട്ട് എന്ന് തന്നെ പറയാം. അപ്പോൾ അത് പല ടൈപ്പിൽ ആളുകൾ കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ എഫക്റ്റ് എന്നുള്ളത് നമ്മൾ ചൂസ് ചെയ്യുക. നമ്മുടെ ട്രെയിനർമാരൊക്കെ പറഞ്ഞു തരുമ്പോൾ നമ്മൾ അതുപോലെ തന്നെ നോക്കി ചെയ്യാം. അപ്പോൾ പല പല ടൈപ്പിൽ വരുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നേരെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു അപ്രേറ്റർ കൊടുക്കുക. അപ്രേറ്ററോ കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല മാക്സിമം വെയിറ്റൊക്കെ ലോഡ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അത് നല്ലൊരു എഫക്റ്റുള്ള വർക്കൗട്ടാണ്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ റിവേഴ്സ് ലാറ്റർ റൈസ് ചെയ്യുകയാണ്. അത് ഞാൻ ചെയ്തിട്ടുള്ളത് പെക്ടെക് മെഷീനിലാണ് ചെയ്തിട്ടുള്ളത്. റിവേഴ്സ് ലാറ്റർ റൈസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല പതുക്കെ വിടുന്ന സമയത്ത് നല്ല പതുക്കെ വിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല പെയിനും നല്ല എഫക്റ്റ് കിട്ടും. അപ്പോൾ പെയിനാണ് നമ്മളെ റിസൾട്ട്. നല്ല പെയിൻ കിട്ടുന്നുണ്ടെങ്കിൽ കളി ഏറ്റവും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഷോൾഡറിൻ്റെ ലാസ്റ്റ് വർക്കൗട്ടായ ഷ്രഗാണ്. ഷ്രഗിൽ ഞാൻ പറയണ്ടല്ലോ, നമുക്ക് എത്രത്തോളം വെയിറ്റ് ഇടാൻ പറ്റുമോ അത്രയും വെയിറ്റ് ഇട്ടിട്ട് നമ്പർ ഫോക്കസ് ചെയ്യുക. നമ്പർ ഫോക്കസ് ചെയ്ത് കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഷോൾഡറിൻ്റെ വർക്കൗട്ട്. അപ്പോൾ നമ്മൾ പമ്പും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കാം. പമ്പ് എങ്ങനെ ഉണ്ടെന്നുള്ളത് ചെക്ക് ചെയ്യണം. കാരണം അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പമ്പായിട്ടുണ്ട്. തുടങ്ങിയപ്പോൾ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഷോൾഡർ. ഇപ്പോൾ നല്ല റൗണ്ടായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് കുപ്പായം കഴിച്ചിട്ട് നോക്കാം. കുപ്പായം കഴിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷോൾഡറിൻ്റെ ചേഞ്ചൊക്കെ കാണാൻ പറ്റും. നമുക്ക് ബാക്കൊക്കെ വന്ന് തുടങ്ങുന്നുണ്ട്, ടോപ്പിൽ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളിപ്പോഴത്തെ ഷോൾഡർ കണ്ടീഷൻ. കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല റിസൾട്ട് ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.